പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. വാഗമൺ ഉത്സവ കയറ്റത്തിൻ്റെ വിജയാണ്. വാഗമണ് വന്നാലും കുരിശുമല വന്നാലും ഉറുമ്പിക്കര വന്നാലും നമ്മുടെ ദിലീപൻ ടീം എല്ലാവരും ഒറ്റ വണ്ടിക്കാണ് ഓട്ടം വന്നേ. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു ഫോറസ്റ്റിലൂടെയാണ്. ഇതിൻ്റെ പേര് ഇർളങ്ങാനം എന്ന് പറയും. അത് കോലാലമേട്ടിൽ നിന്ന് കുരിശുമലയ്ക്ക് പോകുന്ന വഴിയിലുള്ള ഫോറസ്റ്റ് ഭാഗങ്ങളാണത്. കൂട്ടിക പഞ്ചായത്തിൽ കൂട്ടിക പഞ്ചായത്തിൽ നിന്ന് നമ്മൾ തീക്കോയി പഞ്ചായത്തല്ലേ, തീക്കോയിയുടെ അതിർത്തി വരുന്ന ആന. ഇവിടെ ഏത് സമയത്തും വെള്ളവും ഉണ്ട്, തോട്ടപ്പുഴും ഉണ്ട്. ബൈക്കിനൊക്കെ വന്നാണ്ടല്ലോ ബൈക്കിന് വന്നാല് അതിൻ്റെ അകത്തോടെ ഇറങ്ങി പോകണേ ഫ്രണ്ട് തെന്നിട്ട് വീഴുകയുള്ളൂ. ഫ്രണ്ട് ഇട്ട് ഇങ്ങനെ നടന്നു പോകണം. ഇതിനാണ് ഈസിലും ചില താമസമേ ഉള്ളൂ, സമയം പോകുന്നുമില്ല. ഞങ്ങൾ അവൻ ഞാനിവിടെ വന്നപ്പോൾ ഫ്രണ്ടിട്ടാ പോയത്. പക്ഷെ അത് കഴിഞ്ഞ് അവനൊരു ദിവസം പറഞ്ഞു ബസ്സിൽ തന്നെ കയറി പോയത്. തങ്കച്ചൻ പറഞ്ഞു ബസ്സിലാണ് കയറി പോകുന്നത്. അതുകൊണ്ട് മുണ്ടക്കയം ഇളങ്കാട് വാഗമൺ റോഡിൻ്റെ മേലേത്തരം ഭാഗമാണിത്. അന്നത്തെ ഞാൻ പറഞ്ഞ സ്ഥലമേ ഈ സ്ഥലം ഈ താഴ്ച സ്ഥലം. വണ്ടി ഇറങ്ങി വരുന്നത് അത് പൊളിച്ചോണ്ട് പോയതാ. ഞങ്ങളോർത്ത് ഇത്രയും പൊക്കത്തിലായിരുന്നു ഇവിടെ റോഡ് ഒഴിച്ചു പോയതാണ്. ഇവിടെ വരെ ഉണ്ട്. അത് ഈ വളവും കൂടി ഇറക്കിയായിരുന്നൊക്കെ ഉള്ളായിരുന്നു. ഈ ദുഃഖവള്ളിക്ക് മുമ്പായിരുന്നെങ്കിൽ അത്രയും പേർക്ക് ആൾക്കാർക്ക്. അപ്പൊ അവിടുത്തെ ഇത്രയും ദൂരെ കാണുമ്പോഴത്തേക്ക് ആൾക്കാർ വിട്ട് വണ്ടി കൊണ്ട് വരുന്നേ. ഇത് കഴിഞ്ഞ ദിവസമൊക്കെയാണ് ഞങ്ങൾ വന്നു. നമ്മളോട് അങ്ങനെ ആൾക്കാർക്ക് എങ്ങനെ കള്ളത്തരം പറയാൻ എന്നറിയാമോ? വീഡിയോ എടുക്കാൻ വേണ്ടി കയറി വരുമെന്നറിയാം. അതുകൊണ്ട് പക്ഷെ ഇത് വീതി എടുത്തിട്ടില്ല കേട്ടോ. അത് ഇത്ര നികത്തി വന്നേ ഉള്ളു, വീതി എടുത്തിട്ടില്ല ഇവിടെ. ഇവിടെ എടുത്തിട്ടുണ്ട്, ഇവിടെ താഴോട്ട് എടുത്തില്ല. ഇവിടെ എല്ലാം അന്ന് അക്ഷയക്കാര് പണി ചേർന്ന് മോളി വരെ ഇട്ടിരുന്നാണ്. അത് ടാറിങ് മോളി ചെയ്യാത്തോണ്ട് പറ്റിയതാ. ടാറിങ് മോളി ചെയ്തിരുന്നെങ്കിൽ ഈ റോഡ് ഇങ്ങനെ പോകത്തുമില്ല. എപ്പോഴാ പണി തീർന്നാല് ഇവിടെ ഓർഡർ ചെയ്തായിരുന്നു അടുത്ത മഴക്കാലത്ത് ഇത് പോകും. അതിനു വേണ്ടി ചെയ്തിട്ടിരിക്കുന്നത് ടാർ ഇട്ടൊന്നും മാറിയാൽ മതിയില്ല. പിന്നെ ടാർ ഇട്ട് മുഴുവൻ പോയി അടുത്ത ബില്ല് കൊണ്ടുവരാം. ഇനിയിപ്പോ തീരുമാനം വിസ്താരം ഉണ്ടാവും. എവിടെ ഉണ്ടാകും അല്ല ഈ ഇപ്പോഴത്തെ എന്നെ മുന്നേറ്റാരി വെച്ചാല് അയാള് റിസോർട്ടിന്റെ കഴിയുമ്പോഴേ റിസോർട്ടിന്റെ ആൾക്കാർക്ക് ഈ വഴി വേണ്ട, അതറിയാമോ? അവർക്ക് ഓഫ് റോഡായിട്ട് കിടക്കുന്ന ഇഷ്ടം. ഇത് പിള്ളേർക്ക് ജസ്റ്റ് വന്ന് ഓഫ് റോഡാക്കി വരാൻ വേണ്ടിട്ട് പോവുകയല്ലായിരുന്നു. എന്തിനാ ആവശ്യമില്ലാത്ത പഠിക്കുക? നമുക്ക് ദിവസം ഇത്ര പേരില്ലേ? വെല്ലിയന്ത മുതൽ കോലാലമേട് വരെയുള്ള ഇത്രയും ദൂരത്തിൻ്റെ പണികൾ കൂടിയ റോഡിൻ്റെ തീർന്നാൽ, ടാറിങ് കൂടെ തീർന്നു കഴിഞ്ഞാൽ മുണ്ടക്കയത്ത് നിന്ന് വാഗമണിലേക്ക് എത്തുന്നവർക്ക് 25 കിലോമീറ്റർ യാത്ര എളുപ്പമാണ്. മഴ ഇന്നലെ വേദിയിലുണ്ടല്ലോ. മഴ ഇന്നലെ വേദിയില്ലായിരുന്നല്ലോ. ഇതിനകത്ത് വണ്ടിക്കകത്ത് മൊത്തം തിരിച്ചു വരുമ്പോ പൊടിയാവും. കിറ്റിന്തൊക്കെ ആയി വരുന്ന വളർന്നു.
ഇത് ഇറങ്ങിക്കൊണ്ട് വന്നോ അവരെ റിസോർട്ടിൻ്റെ അവിടെ. ഏലത്തറ മുതൽ വാഗമണ് കുരിശുമല യാത്രയാണ് നമ്മുടെ ഈ വീഡിയോയിലുള്ളത്. വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വെള്ളിയാഞ്ചേരിയിൽ നിന്ന് കോലാലമേട് വരെയുള്ള നമ്മുടെ റോഡിൻ്റെ വീഡിയോകൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ വീഡിയോകളുടെ അഭിപ്രായം കൂടി അതിൽ രേഖപ്പെടുത്തണം. തങ്ങൾമാരൊക്കെ നിങ്ങോട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലേ? ഞാനത് അന്ന് പറഞ്ഞു കേട്ടത് ഇല്ലില്ല, തങ്ങൾമാരൊക്കെ അല്ല കോലാലമേട്ടിൽ നിന്ന് 2.5 കിലോമീറ്റർ മൊത്തം ചെയ്തിട്ടുള്ളൂ. പക്ഷെ വാങ്ങച്ചോട് വേണം ഞങ്ങളിത് അങ്ങോട്ടാ കുരിശുമലയ്ക്ക് പോകുന്നുണ്ട്. ഇതിലെ ഇറങ്ങുന്നോ അതല്ല വരുന്നോ? ഞങ്ങള് കുരിശുമലയ്ക്കില്ല. ഞങ്ങള് മലയിൽ പോയി കഞ്ഞിയാ കുടിച്ചോളാം. ഞങ്ങള് കുരിശുമല വരെ ഇല്ല. ഞങ്ങൾ ഈ ഇവിടെ മറ്റേ ഏലപ്പാറ റോട്ടിൽ കയറി നിർത്തും. അവിടുന്ന് പിന്നെ ഒത്തിരി പറഞ്ഞേ ഇങ്ങോട്ട് വരാൻ. അത് അവിടുന്ന് കുറെ നടക്കണം. 2 കിലോമീറ്റർ 3 രാവിലെ കുരിശുമലയ്ക്ക് പോകാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയപ്പോൾ ഇവിടെ വരെ എത്താൻ വേണ്ടിയിട്ട് സഹായിച്ച് വാഹന സൗകര്യം കിട്ടിയത് പേരൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത്. എന്റെ പേര് റെജി. ഞാൻ കൂട്ടിക്കലാണ് താമസിക്കുന്നത്. LIC ഉണ്ടാക്കിയത് ജോലി ചെയ്യുന്നു. ബില്ലടിക്കാൻ ഞാനിങ്ങനെ വണ്ടിയിൽ കയറിയപ്പോ തൊട്ടേ നോക്കി നിൽക്കുക. അവിടെ വന്നിട്ടുണ്ടല്ലേ? പിന്നെ ഞാൻ ബില്ലടയ്ക്കാൻ വേണ്ടി വരുന്നല്ലേ. ഈ വഴി മുന്നോട്ട് പോകുന്നത് തങ്ങളുപാറ വഴി ഏലപ്പാറയ്ക്ക് പോകുന്ന, അതിൽ വാഗമൺ റോഡിലോട്ട് പോയി നമ്മൾ ഇറങ്ങുന്ന റൂട്ടാണ് പോകുന്നത്. കുരിശുമലയ്ക്ക് പോകാൻ വേണ്ടി പോകുന്നത് ഇവിടുന്ന് ഇടത്തോട്ടുള്ള വഴിയാണ് പോകുന്നത്. വാഹനത്തിൽ പോകുന്നവർ നേരെ തന്നെ പോയി വാഗമൺ ടൗൺ വഴി കറങ്ങി വരണം. കാരണം ഇവിടെ 1 വേ ആണ്. വാഗമൺ കുരിശുമലയിൽ തിരക്കുള്ള സമയത്ത് മാത്രമാണ് ഇതുപോലെ 1 വേ ട്രാഫിക് ഉള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ വണ്ടി കിട്ടി അങ്ങനെ വാഗമൺ റോഡിൽ കോലാലമേട്ടിൽ നിന്ന് നമ്മൾ വാഗമണ്ണിലേക്ക് കുരിശുമലയിലേക്ക് പോകുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇന്ന് തിരക്കുള്ളതുകൊണ്ട് ദുഃഖവെള്ളിയാഴ്ചയുണ്ട്, തിരക്കുള്ളതുകൊണ്ട് സാറുമാരൊക്കെ ഡ്യൂട്ടിയിലുണ്ട്. തിരക്കുണ്ടായിരുന്നു സാറേ? രാത്രിയായിരുന്നു വണ്ടി കൂടുതൽ. രാത്രിയിലായിരുന്നു വണ്ടി കൂടുതൽ. ഉണ്ട്. ശരി, ആയിക്കോട്ടെ. വാഗമണ്ണിൽ നടന്നു പോകുന്ന, അല്ലെങ്കിൽ വണ്ടിയൊക്കെ ഇഷ്ടം പോലെ പോകുന്ന റൂട്ടാണ് കുരിശുമലയിലേക്കുള്ള യാത്ര. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു ഫോറസ്റ്റിലൂടെയാണ്. ഇതിൻ്റെ പേര് ഇർളങ്ങാനം എന്ന് പറയും. അത് കോലാലമേട്ടിൽ നിന്ന് കുരിശുമലയ്ക്ക് പോകുന്ന വഴിയിലുള്ള ഫോറസ്റ്റ് ഭാഗങ്ങളാണ്. കൂട്ടിക പഞ്ചായത്തിൽ കൂട്ടിക പഞ്ചായത്തിൽ നിന്ന് നമ്മൾ തീക്കോയി പഞ്ചായത്തല്ലേ? തീക്കോയിയുടെ അതിർത്തി വരുന്ന സാധന. ഇവിടെ ഏത് സമയത്തും വെള്ളവുമുണ്ട്, തോട്ടപ്പുഴയുണ്ട്. ട്രാവൽസ് ഇതാ കടന്നു വരുന്നു. ഈ 1 വേ സംവിധാനം ഉള്ളതുകൊണ്ടാണ് ഇതുവഴി ഇപ്പോൾ ഇത്രയും വണ്ടികൾ പോകുന്നത്. അല്ലെങ്കിൽ ഇതുവഴി ഇത്ര വാഹനങ്ങൾ സഞ്ചരിക്കുന്നില്ല. സമയം കണ്ടെത്തി നടന്നു പോകുന്നവർക്ക് നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇതിലെ യാത്ര ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും വളരെ ശ്രദ്ധേയമായ കാര്യം. ഹായ്, ഇതാര്? എപ്പോൾ പോയി? ആണോ? എത്ര മണിയാ പോയി? നമ്മളോ? ഇതാരാ? ആണോ? ടെമ്പിളിൽ താമസിക്കണോ? ആ, ഓക്കെ.
പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇതാണ് നമ്മുടെ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് തീക്കോയി ഗ്രാമപഞ്ചായത്തുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. ഇർളങ്ങാനം എന്നറിയപ്പെടുന്ന പ്രദേശം. കുരിശുമലയ്ക്ക് പോയ വഴിക്ക് എടുത്ത വീഡിയോ ആണ്. രാവിലെ കുരിശുമല കയറിയോ? ആ, നമ്മുടെ നാട്ടിലുള്ളവരെ കുരിശുമല കയറാൻ വന്ന് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. നമ്മൾ വന്ന വഴിക്ക് കണ്ടതാണ്. നടക്കാം. ബെന്നിച്ചേട്ടൻ ഇതാ നമ്മുടെ വാഗമണ്ണി വന്ന് കിടപ്പുണ്ട്. കുരിശുമല കയറി എപ്പം പോയി? ഈ വഴിക്ക് ഭയങ്കര തിരക്കായിരിക്കും. എത്ര വർഷമായല്ലേ? ഉണ്ടായിട്ടില്ല. ആ, അതെ. കുരിശുമല വന്നിരിക്കുന്ന ആൾക്കാരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളാണിത്. അവിടെ തൊട്ട് നമ്മൾ കോലാലമേട്ടിനുള്ള റോഡ് വൺ വേ പോകുമ്പോൾ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്ന കാഴ്ചകളാണ്. ഹായ്. ഫോൺ കൊണ്ടുപോയാലോ? ബാബുച്ചേട്ടനാണോ? കാകുൽ താമരയിൽ നിന്നും പിന്നെ മോളിപ്പോയി ലൈവൊക്കെ ഇടാം. നേരത്തെ ഇങ്ങോട്ട് വന്നാൽ വിളിക്കണം. നമ്മുടെ വീടറിയായിരുന്നല്ലേ? വീടറിയാലോ? എന്തെങ്കിലും പോകുമ്പോൾ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് പോരായിരുന്നല്ലോ. എന്തെങ്കിലും പോന്നപ്പോൾ വിളിച്ചാൽ എനിക്ക് പോരായിരുന്നല്ലോ. ഇതിലാണ് അത്യാവശ്യം ഇടയുണ്ടായിരുന്നു. വാഗമണ്ണി വന്നാലും കുരിശുമല വന്നാലും ഉറുമ്പിക്കര വന്നാലും നമ്മുടെ ദിലീപൻ ടീം. എല്ലാവരും ഒറ്റ വണ്ടിക്കാണ് ഓട്ടം വന്നേ. ഞാൻ 8 മണിയാകും. ആ, ആറിനാട് രാവിലെ വന്നാണോ? ആ, നമ്മളങ്ങോട്ടുണ്ടോ? ഇളങ്ങാടിലുണ്ടോ? ആ, ഇല്ല. അതിന് അവധിയായിരിക്കും അല്ലേ? ആ, ഇപ്പൊ എവിടെയാ പോകുന്നത്? അന്നേരം ഇളങ്ങാട് മനോനോടെ പോകുന്നുണ്ടോ? മനോനോടെ ഉള്ളോ? ആ, പിന്നെ ഒരു കൊച്ചുണ്ട്. ആ, ആ. അതെവിടെയാ? അതാ ഇതില്ലേ നമ്മളെ ഒരു മന്ദിരമില്ലേ? ആ, ഒരു മന്ദിരത്തിന് അത്ര ആ വഴിയാ പോകും. ആ, ആ. ശരി. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് ജയപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ ഗാകുൽത്തായിൽ ചുരിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ പരിഹാരത്തിലേക്ക് ഗവനിക്കാതെ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഗമൺ കുരിശുമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഞാൻ അങ്ങോട്ട് പോയ സമയത്ത്, കുരിശുമല കയറിയ സമയത്ത് ലൈവ് വീഡിയോ ഇട്ടിരുന്നു. അതുകൊണ്ട് ഈ ഭാഗത്ത് രണ്ടാമത് വീഡിയോ എടുക്കേണ്ടി വന്നു.
കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരായുടെ അപേക്ഷ കൊള്ളണമേ. മാതാവേ ലെവല് പിടിച്ച് അല്ലേ ഇത്ര നേരം ലൈവായിരുന്നു, നെറ്റ് ഇല്ലാത്തതുകൊണ്ട് കട്ടാക്കിയ. ഇവിടെ വരെ ഉണ്ടായിരുന്നേ, താഴത്തെ 5 കുറിച്ച് വരെ ഇത് നെറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നെറ്റില്ല. ചുമ്മാ എല്ലാ വീഡിയോ എടുക്കുക പിന്നെ എടുക്കാൻ വേണ്ടി. ഇതല്ലാണ്ട് ഇതുവഴി വന്നു. ടാറിങ് മൊത്തം തീർന്നില്ല, കുറച്ച് ഭാഗം കിടക്കുന്നുണ്ട്. അതായത് ഒരു 4 കിലോമീറ്റർ ചെയ്യാൻ കിടക്കുക. ജീപ്പ് കാർ വരെ വരുന്നുണ്ട്. കാർ എല്ലാ വണ്ടിയൊന്നും വരികയില്ല. വരുന്നേ. അതേ വേറെ കാര്യമുണ്ട്, മുമ്പേ ആയിരുന്നെങ്കിൽ ലൈവായിരുന്നു, അപ്പോൾ അത് നെറ്റില്ലാതെ കട്ടാക്കി പോയി. അവിടെ ഇതിപ്പോൾ സാധാ വീഡിയോ എടുക്കുന്ന കുറച്ച് മുന്നേ ഉണ്ടായത് ലൈവ് ഉണ്ടായിരുന്നു പറയാം. ലൈവ് ഉണ്ടായി എല്ലാവരും ഉണ്ടല്ലോ, കുറേ പ്രവീണൊക്കെ വരുന്നുണ്ടല്ലോ. വാഗമൺ കുരിശുമലയിൽ മുകളിൽ ചെല്ലുമ്പോൾ കോടമഞ്ഞ് നിറഞ്ഞിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇതാ കോടമഞ്ഞ് കയറാൻ തുടങ്ങി. ഉച്ചയാകുമ്പോഴത്തേക്കും മിക്കവാറും മഴയൊക്കെ പെയ്യും. ഞാൻ പകുതി വഴി ഒരു വണ്ടി കിട്ടിയായിരുന്നു. റോഹിത് ചേട്ടനെ കണ്ടു കിട്ടിയ വഴിക്ക് റോഹിത് ചേട്ടൻ്റെയും പിള്ളേരെയും. അപ്പോൾ കയറിക്കോട്ടെ, പ്രവീണ് വരുന്നു. ആണോ ഇതുവഴി ഇറങ്ങിപ്പോകൂ. ഇത് കൈ വെച്ചു. രണ്ട് തീരി കൂടെ വന്നാൽ എന്നാ ചെയ്യും? ഏതെങ്കിലും ഒരു തീരി കൂടെ വരണ്ടേ?
മോളിനെ കണ്ടോ മാട്ടി മോണി രാവിലെ പോയോ? രാവിലെ 5 മണിയായപ്പോൾ ആണോ? ഞാനാ എടുക്കാൻ 8 മണിക്കാണ്. 8 മണിക്ക് വേറെ വണ്ടി കിട്ടി കേട്ടോ. ഇല്ലേ വന്നേക്കാം നമ്മുടെ കയ്യിലോ? എങ്ങനെ വണ്ടി കയറി വരുവോ? ആ പിന്നെ ആണോ? വണ്ടി വരുന്നുണ്ട്. വണ്ടി ജീപ്പെല്ലാം പോകും. ജീപ്പെല്ലാം കയറി വരുന്നുണ്ടല്ലേ? ജീപ്പ് കാറൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ആണോ? ആ ആ ഓക്കെ. ആ ആ പിള്ളേരൊക്കെ വന്നിട്ട് പോയി.
യാത്രയായ മാതാവിന്റെ ഞാൻ സ്വർഗീയത്തെ യാത്രയായി വാഗമൺ കുരിശുമലയിലെ നേരത്തെ കഞ്ഞിയില്ല. വെള്ളിയാഴ്ചയും പുതിയാറാഴ്ചയും കഴിഞ്ഞുണ്ട്. വാഗമൺ കുരിശുമല സ്ഥാപിതമായിട്ട് 122 വർഷങ്ങളായി. നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആ മല മുരുകൻ മലയാണ്. അങ്ങനെ പുണ്യ സ്ഥലങ്ങളിലെ ഒരു ഭയങ്കര സംഗമമാണ്. കുരിശുമല, മുരുകൻമല, തങ്ങൾപാറ, അങ്ങനെ 3 പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് നമ്മുടെ ഈ മുകളിലുള്ളത്.
ചേച്ചി